നമ്മളിപ്പോ നമ്മുടെ വാർഡിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവരുടെ അനുഗ്രഹങ്ങൾ തേടി അവരുടെ പിന്തുണ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മറ്റ് പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പ്രവർത്തകരെ കാണുക, പിന്നെ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ കൂടെ എന്തിനു നിൽക്കുന്ന കുറച്ച് ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കാണുക, പറ്റുന്ന അത്രയും ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ചെമ്പരത്തി പൂവേ ചൊല്ല ദേവനെ നീ കണ്ടോ, ചെമ്പരത്തി പൂവേ ചൊല്ല ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ നല്ലയോ സ്വർണരഥഘോഷം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 48 വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് നിലവിൽ വൈഷ്ണ സുരേഷാണ്. വൈഷ്ണ സുരേഷ് KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ഇപ്പോ മുട്ടട വാർഡിലാണ് മത്സരിക്കുന്നത്. ഈ രാവിലെ തന്നെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഇപ്പോ പാർട്ടി പ്രവർത്തകരുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടക്കുന്നത്. പാർട്ടിക്കാരെ കണ്ട് വോട്ട് ഉറപ്പിക്കാൻ വേണ്ട ആ ഒരു ശ്രമമൊക്കെ വൈഷ്ണ സുരേഷ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വൈഷ്ണ സുരേഷ് മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. പ്രചരണ പരിപാടികൾ നേരത്തെ തന്നെ ആരംഭിക്കുകയാണ്. അതെ, നമ്മളിപ്പോ നമ്മുടെ വാർഡിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവരുടെ അനുഗ്രഹങ്ങൾ തേടി അവരുടെ പിന്തുണ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മറ്റ് പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പ്രവർത്തകരെ കാണുക, പിന്നെ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ കൂടെ എന്തിനു നിൽക്കുന്ന കുറച്ച് ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കാണുക, പറ്റുന്ന അത്രയും ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഒട്ടും വെയിറ്റ് ചെയ്യാതെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോ തന്നെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്. മുട്ടട സ്വദേശി തന്നെയാണ് വൈഷ്ണ സുരേഷ്. അപ്പൊ ഈ നാട്ടുകാരെയൊക്കെ തന്നെ കുഞ്ഞ് നാൾ മുതലേ പരിചയമുള്ളതാണ്. പക്ഷെ അവർക്ക് ഒരുപക്ഷെ അറിയുന്നത് ഇവിടുത്തെ ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ സ്ഥിരമായിട്ട് കർണാടക മ്യൂസിക് ഒക്കെ പാടുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും അല്ലേ? എന്റെ കുടുംബക്ഷേത്രമല്ലേ ഇവിടെ തന്നെയാണ്. നമ്മൾ ഉത്സവങ്ങൾക്കും എല്ലാം പാട്ട് പാടിയിട്ടുണ്ട്, ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു കുട്ടിക്കാലത്തുള്ളൊരു എൻജോയ്മെന്റ് എന്നുള്ള രീതിക്കാണ്. പിന്നെ കോളേജ് കാലഘട്ടത്തിലേക്ക് പോയതിനു ശേഷം ഈ പറഞ്ഞ പോലെ പാട്ടൊന്നും കണ്ടിന്യൂ ആയിട്ട് പറ്റിയിട്ടില്ല. പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി, പിന്നെ അങ്ങനെ അങ്ങ് പോയി. അപ്പൊ പാട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും രാഷ്ട്രീയ ചൂടാണ് ഇപ്പോ. നമുക്ക് അതിലൊന്ന് നമ്മളെ ഈ വാർഡിലുള്ളവരെയൊക്കെ ഒന്നൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒരു പാട്ടായാലോ? പാട്ട് ഇപ്പൊ വേണോ? വേണം. ഞാന് ആദ്യം നമ്മുടെ അമ്പലത്തിൽ തന്നെ ആദ്യം പാടിയ ഒരു പാട്ട്, പണ്ടത്തെ പാട്ട് ചെമ്പരത്തി പൂവേ ചൊല്ലുന്നുള്ള, അതിന്റെ ഒരു 2 വരി പാടാം. എനിക്ക് ഓർമ്മയില്ല, 2 വരി പാടാം. ചെമ്പരത്തി പൂവേ ചൊല്ല ദേവനെ നീ കണ്ടോ, ചെമ്പരത്തി പൂവേ ചൊല്ല ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ നല്ലയോ സ്വർണരഥഘോഷം. ചെമ്പരത്തി പൂവേ ചൊല്ല ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ നല്ലയോ സ്വർണരഥഘോഷം. ചെമ്പരത്തി പൂവേ ചൊല്ല. ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്ന വൈഷ്ണ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? അല്ല, ബാസ്കറ്റ്ബോള് ഞാൻ കവടിയാർ നിർമ്മല ഭവൻ സ്കൂളിലാണ് പഠിച്ചത്. LKG മുതൽ 10th വരെ അവിടെ തന്നെ ആയിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ബാസ്കറ്റ്ബോളിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹയർ സെക്കൻഡറിയും ഡിഗ്രിയും സ്പോർട്സ് കോട്ടയാണ് അഡ്മിഷൻ. അപ്പോൾ ഡിഗ്രിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം, ഞാൻ പറഞ്ഞില്ല, കോളേജിലേക്ക് കയറിയതിനു ശേഷം പിന്നീട് രാഷ്ട്രീയമായ അങ്ങനെ ഒരു രീതിയിലേക്ക് പോയി. പിന്നെ എനിക്ക് മീഡിയ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ജേർണലിസം ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നീട് അങ്ങോട്ടേക്ക് സ്പോർട്സിലേക്ക് പോകാനൊന്നിനും സമയം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെയൊക്കെ പോയിട്ടില്ല. അത് സ്കൂൾ കാലഘട്ടത്തിൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു എന്നേ ഉള്ളൂ. ഈ KSUവിന്റെ തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സമരത്തിന്റെയും മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു വൈഷ്ണ. പോലീസിന്റെ മർദ്ദനമൊക്കെ ഏറ്റിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഘട്ടമൊക്കെ എങ്ങനെ കാണുന്നു? അല്ല, നമ്മുടെ ഈ രാഷ്ട്രീയ പ്രവർത്തക അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ജനങ്ങളാണല്ലോ പ്രധാനം. അപ്പൊ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ കേസുകൾ വരുന്നതായാലും പോലീസിന്റെ അക്രമങ്ങളായാലും നമ്മൾ അത് വലുതായിട്ട് കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് മെയിൻ പ്രയോറിറ്റി നമുക്ക് ജനങ്ങളാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ജനങ്ങൾക്ക് നീതി ലഭിക്കാനായി നമ്മൾ ഏത് അറ്റം വരെയും പോകുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പരിപാടികൾ നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു എയിം മാത്രമേ ഉള്ളൂ. അതിന്റെ ഇതിലാണല്ലോ ചുറ്റുപാടിലും വരുന്ന ബാക്കി പ്രശ്നങ്ങളും നമ്മൾ അങ്ങനെ വലിയൊരു കാര്യമായിട്ട് കാണുന്നില്ല. പോലീസ് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന ചിത്രം ഇപ്പോഴും വൈറലാണ്. അതെ, അതൊക്കെ അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. നമുക്ക് ആ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ എയിം ആയിട്ട് നമ്മൾ കാണുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയൊക്കെ വരുന്ന സമയത്ത് മുട്ടടയിൽ വൈഷ്ണയുടെ പേരുണ്ടാവുമെന്നുള്ള എന്തെങ്കിലും പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നോ, അതോ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ?
അല്ല, ഈ പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ എന്റെ വാർഡ് പ്രസിഡന്റും ബൂത്ത് പ്രസിഡന്റും പിന്നെ നമ്മുടെ മണ്ഡലം വൈസ് പ്രസിഡന്റും ഒക്കെ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അപ്പോ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. കാരണം കോർ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പേരുകൾ നമ്മൾ അപ്രതീക്ഷിതമായി പേര് വന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അങ്ങനല്ല, നമുക്ക് പൊളിറ്റിക്കലി കോർ കമ്മിറ്റികൾ നമ്മൾ കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ കോർ കമ്മിറ്റി എന്നൊക്കെ പേര് പോയിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ജനറൽ സീറ്റാണ്, നിങ്ങൾക്കറിയാം, ജനറൽ സീറ്റാണ്. അപ്പൊ എത്രമാത്രം സ്ഥാനാർത്ഥി പട്ടികയിൽ വരുന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു തലേ ദിവസം നമ്മളിങ്ങനെ ഏറെക്കുറെ എല്ലാവരും വിളിച്ചു പറഞ്ഞു വരാൻ സാധ്യതയുണ്ട്, അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം നമ്മൾ അപ്പൊ തന്നെ ലൈവായി ഇറങ്ങി എന്നുള്ളതാണ്. ഈ മുതിർന്ന നേതാക്കളും അതുപോലെ പരിചയ സമ്പത്തുള്ള നേതാക്കളൊക്കെയാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. നമുക്കറിയാം കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് അറിയാം. അപ്പോ ഇത്തവണത്തെ ഈ ഒരു മത്സരം അത് ചൂടേറിയ മത്സരമാണ്. വിജയപ്രതീക്ഷയൊക്കെ ഉണ്ടോ നല്ല കാര്യമായിട്ട്? തീർച്ചയായും പാർട്ടി ഒന്നടങ്കം UDF ഒന്നടങ്കം ഇറങ്ങി നിൽക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ. പ്രിയപ്പെട്ട മുൻ MP ശ്രീ K മുരളീധരൻ സാറിനാണ് ചാർജ്. പിന്നെ ശബരിച്ചേട്ടൻ ഉൾപ്പെടെ ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക, ശബരിച്ചേട്ടൻ ഉൾപ്പെടെ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ മേയർ കാൻഡിഡേറ്റ് ആണ്, ശബരിച്ചേട്ടൻ ഉൾപ്പെടെ ഇറങ്ങി നിൽക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ വരിക എന്നുള്ളത് തന്നെ ഏറ്റവും ഭാഗ്യമാണ്, ലൈഫിൽ കിട്ടാനുള്ള ഏറ്റവും ഭാഗ്യമാണ്. പിന്നെ പാർട്ടിയാണല്ലോ എല്ലാം, പാർട്ടി പറയുന്ന പോലെ നമ്മൾ കേൾക്കുന്നു. പാർട്ടി വളരെ ശക്തമായി തന്നെ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ വേണ്ടി ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മളുണ്ട്, മുട്ടട വാർഡിലെ എല്ലാ പ്രവർത്തകരും ഉണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. LLB വിദ്യാർത്ഥിനിയാണ്, അതേപോലെ തന്നെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇതിന്റെ ഇടയിൽ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്? ഇല്ല, എന്റെ ഒരു ആഗ്രഹമാണ് പഠിത്തത്തോടൊപ്പം തന്നെ ജോലിയും ചെയ്തു പോകണം. കാരണം നമുക്ക് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നതിലൊരു പരിധി ഉണ്ടല്ലോ. ഒരു മൈനർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാണ്ട് പോകണം എന്നുള്ളതായിരുന്നു എന്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ വർക്കിംഗ് ആണ്. ടെക്നോ പാർക്കിൽ രണ്ടാമത്തെ കമ്പനിയാണ് ഇപ്പോൾ വർക്കിംഗ് ആണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെയാണ് ജേർണലിസവും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ജേർണലിസം ചെയ്ത് ഇപ്പൊ LLB ചെയ്യുന്നു. അപ്പൊ അതിന്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം കോളേജ് കാലം തൊട്ട് മുതലേ തന്നെ ഉണ്ട്. 2017-19 തൊട്ട് തന്നെ കോളേജ് കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. അപ്പൊ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് ഇന്ന് ചെയ്യേണ്ട പ്രയോറിറ്റി തിങ്സ് എന്താണോ അതിൽ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി പിന്നെ നമുക്കൊരു പരിപാടി അറ്റൻഡ് ചെയ്യണം, അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ, പ്രധാനപ്പെട്ട വിഷയമാണെന്നുണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ ഫോളോ അപ്പ് ആയി ചെയ്തു പോകും. അപ്പോൾ നമുക്ക് പ്രയോറിറ്റി എന്താണോ അത് ചെയ്യുന്നു എന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ ജനങ്ങളാണല്ലോ, നമ്മൾ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് മെയിൻ എയിം ജനങ്ങളാണ്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ്, സ്ത്രീകളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നു എന്നേ ഉള്ളൂ. അവസാന ചോദ്യം, ജയിച്ചു വരികയാണെങ്കിൽ അടിയന്തരമായിട്ട് മുട്ടട വാർഡിൽ പരിഹരിക്കേണ്ട പ്രശ്നം എന്താണ്? മുട്ടട വാർഡിൽ പരിഹരിക്കേണ്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും, മെയിൻ റോഡുകളെല്ലാം ടാറിട്ടിട്ടുണ്ട്. പക്ഷേ സബ് റോഡുകൾ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. അപ്പം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൂടുതലും താമസിക്കുന്നത് ഈ സബ് റോഡുകളിലാണ്. അപ്പം അവരെ ഒട്ടും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരുവിധം എന്താ പറയാ, മീഡിയം ആൾക്കാർ മുതൽ ഓർഡിനറി ആൾക്കാർ താമസിക്കുന്ന ഈ സബ് റോഡ്, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ പ്രധാനമായിട്ട് അവരുടെ ആവശ്യം, പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്, ഡ്രെയിനേജ് സിസ്റ്റം പല സ്ഥലങ്ങളിലും കോമൺ ആയിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടറിഞ്ഞ് നമ്മൾ ആ ആൾക്കാർക്ക് വേണ്ടിയായിരിക്കും ആദ്യം പ്രവർത്തനം നടത്തുക. പ്രവർത്തനം ചൂടോടുകൂടി തന്നെ നടക്കട്ടെ. മുട്ടട നിന്ന് ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം RB സനു, മീഡിയ 1.